ഹായ്, വളരെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ റെസിപ്പിയാണ് ഇന്നത്തെ. ബാച്ചിലേഴ്സ് ആയിട്ട് ഉള്ളവർക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് സിമ്പിൾ ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒരു 4-5 സെക്കൻഡ് വഴറ്റിയാൽ മതി. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതും നമുക്കൊരു 5 സെക്കൻഡിൻ്റെ അടുത്തൊന്ന് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം ഞാനൊരു 3 മീഡിയം സൈസിലുള്ള സവോള ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. സവോളയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും. വളരെ പെട്ടെന്നും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മസാല എപ്പോഴും ചേർക്കാൻ. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം. കൂടാതെ ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണെല്ലാം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണെല്ലാം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ 2 ഇടണം, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വച്ചിരിക്കുന്ന ചിക്കനും, ഞാൻ ഏകദേശം ഒരു 800 ഗ്രാമിൻ അളവിൻ്റെ അടുത്ത് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനൊരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇളം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി എല്ലാം സാധാ റൂം ടെമ്പറേച്ചർ വെള്ളമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കണം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതിനൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റും കൂടി നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം കറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൂടി അടച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച്
2-3 ചെറിയ ഉള്ളി താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടും നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 2-3 ചെറിയ ഉള്ളി എടുത്ത് കൂട്ടത്തിൽ കുറച്ച് കരിവേപ്പിലയും ഒരു 1-2 ചുവന്ന മുളകും കൂടി ചേർത്ത് നമുക്കിതിനൊന്ന് താളിച്ചെടുക്കാം. താളിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് വാങ്ങിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ ഇനി പുതിയ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.